could make you cynical, make you. ഹലോ, എല്ലാ കൂട്ടുകാർക്കും ആശ്വാസമായിട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് തിങ്കളാഴ്ചത്തെ ഒരു മോർണിംഗ് റൊട്ടീനുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മോർണിംഗ് റൊട്ടീൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം മടി പിടിച്ച ഒരു ദിവസമായിരിക്കും തിങ്കളാഴ്ച. എനിക്കങ്ങനെയാണ് കേട്ടോ. കാരണം 2 ദിവസത്തെ കൊച്ചിൻ്റെ സ്കൂളിൽ പോക്കൊന്നുമില്ല, ശനി ഞായറും ഒക്കെ അവധിയായിട്ട്. പിന്നെ രാവിലെ എഴുന്നേൽക്കണ്ട, അടുക്കള കയറണ്ട, കുറച്ച് താമസിച്ചൊക്കെ ചെയ്താൽ മതി. അതൊക്കെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച എഴുന്നേറ്റ് വരുമ്പോൾ പൊതുവേ ഒരു മടിയുണ്ട് കേട്ടോ. രാവിലെ അപ്പോൾ ഒരു കട്ടൻ ചായയിൽ തുടങ്ങാമെന്ന് ഓർത്തു കേട്ടോ. ഞാൻ തലേദിവസം പയറുകറി ഉണ്ടാക്കാൻ വേണ്ടി പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പയറും പുട്ടും ആക്കാമെന്ന് ഓർത്ത്. അതാകുമ്പോൾ പെട്ടെന്ന് പണി തീരുന്ന പരിപാടിയാണല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സമയം പോയാലേ നമ്മൾ എഴുന്നേറ്റ് വരുകയും ചെയ്യുന്നത്. അന്നേരത്തിനും പെട്ടെന്ന് ആക്കാവുന്നതാണ്. അപ്പോൾ പയറൊക്കെ ഞാൻ കഴുകി അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. പയറിൻ്റെ അകത്ത് ഞാൻ വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും മാത്രം ഇട്ടിട്ടാണ് വെക്കുന്നത്. വേറൊന്നും മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് തേങ്ങ അരച്ചുള്ള കറിയല്ലേ, അപ്പോൾ അന്നേരം റെഡിയാക്കാമെന്ന് ഓർത്തേ. അപ്പം എൻ്റെ ചായയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ അടുപ്പത്തേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ചായയുടെ കൂടെ കൊച്ചുങ്ങളുടെ ഒരു കപ്പ് കേക്കും കൂടെ എടുത്ത് കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വേണം നമുക്ക് 10 മണി വരെ പിടിച്ചേക്കാൻ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ടാട്ടോ കാപ്പുപൊടിയൊക്കെ. ഞാൻ ഇടയ്ക്ക് ചെയ്യാറൊന്നുമില്ല, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ഇത് ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ തോരൻ കറിക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിവാകുമ്പോൾ ഞാൻ പിന്നെ ചിരണ്ടത്തില്ലേ, ഞാൻ അടുത്തത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കും കേട്ടോ. എനിക്കതിങ്ങനെ അത് പിന്നെ ഞാൻ എടുക്കുന്ന ചാറുകറിയൊക്കെ ഉണ്ടാക്കാൻ നേരത്താണ്. ഇതിങ്ങനെ ഈ തേങ്ങയ്ക്കകത്ത് നടന്ന് വീഴത്തില്ലേ, ഇതെനിക്ക് തോരൻ കറിക്കകത്ത് കിടക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ എന്തോ പോലെ കേട്ടോ. പിന്നെ പിള്ളേർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചുമയ്ക്കോ ഒക്കെ ചെയ്യുമ്പോൾ പാടല്ലേ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആയി കഴിയുമ്പോൾ ഞാനതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചാറുകറിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് അതിൻ്റെ അകത്തേക്ക് ചിരണ്ടി എടുക്കത്തേ ഉള്ളേ. അപ്പോൾ നല്ല തേങ്ങ ചിരണ്ടി എടുക്കുന്ന ഞാൻ തോരൻ കറിയിലേക്ക് കേട്ടോ ആക്കുള്ളൂ. ഇത് ടിപ്പൊന്നുമല്ല, ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. ബിരിയാണി എന്നുള്ള പേരേ ഉള്ളൂ, കൊച്ചിനെ പറ്റിക്കാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് അവന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ താമസിച്ചൊക്കെ എഴുന്നേൽക്കുമ്പം പിന്നെ അരി ഇട്ടിട്ട് വെന്ത് വരാനൊക്കെ കുറച്ച് താമസമാകത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് മുട്ട വെച്ചിട്ടുണ്ട്, മുട്ടക്കറി ആയിട്ട് കൊടുത്തു വിടാനാണ്. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകിയെടുത്തു. അപ്പോൾ ഇതൊരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കണം കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഒരു അരമണിക്കൂറേലും നമ്മൾ കഴുകിയിട്ട് കുതിർത്ത് വെക്കണം. അത് അല്ലെങ്കിൽ കുതിർത്തിട്ട് കഴുകുവാണെങ്കിൽ നമ്മൾ പിന്നെ അരി എടുക്കുമ്പോഴത്തേനും അതിങ്ങനെ പൊടിഞ്ഞു പോവേ, ആ നീട്ടത്തിലുള്ള അരിയായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പം ഇത് ഞാൻ പയറുകറിയിലേക്കുള്ള തേങ്ങയൊക്കെ അരയ്ക്കുവാണ്. എൻ്റെ അകത്ത് ഞാൻ കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി ഇട്ടിട്ടില്ല, കാരണം ഞാൻ ആദ്യം വെളുത്തുള്ളി ഇട്ടിട്ടാണല്ലോ വേവിച്ചത്. അപ്പം ഞാൻ ചട്ടി ചൂടാവുന്നതിന് മുമ്പ് കടുകിട്ടാണ് കേട്ടോ ആക്കേണ്ടത്. അത് എപ്പോഴും അങ്ങനെ പറ്റും, അതെന്താണെന്ന് അറിയത്തില്ല. അപ്പം ചെറിയുള്ളി ഇല്ലായിരുന്നേ, അപ്പം അതിൻ്റെ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവോള ചെറുതായിട്ട് നരിഞ്ഞെടുത്താണ് കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തേക്ക് 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ച് കറിയാക്കി എടുക്കുവാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ തേങ്ങ ചിരണ്ടി എടുത്താണ്. അതിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, നന്നായിട്ട് കിട്ടുന്നില്ലേ. അതുമ്പോൾ നന്നായിട്ട് അരഞ്ഞും കിട്ടും. മറ്റേ രീതിയിലാവുമ്പോൾ തോരൻ കറിയിലേക്ക് ഇച്ചിരി പാടായിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതാണ് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുട്ടും റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നു. ഞാനത് അപ്പുറത്തേക്കൊന്ന് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇത് നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണിയിലേക്കുള്ള വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്യുകയാണ്. നമ്മുടെ ക്യാരറ്റ് മാത്രമാണ് കേട്ടോ ഞാൻ ഇടുന്നുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കൂടെ ഇടാമെന്ന് ഓർത്തിട്ടാണ്. അപ്പം അതിനിടയ്ക്ക് മുട്ടയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നെയ്യ് ഒഴിച്ചു. പിന്നെ നമ്മുടെ പാക്കറ്റിൽ നിന്ന് തന്നെ കിട്ടുന്ന കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ. പിള്ളേർക്ക് എപ്പോഴും ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തട്ടിക്കൂട്ടാന്ന് നമുക്ക് അറിയത്തുള്ളൂ. അവരിത് ഭയങ്കര കടയിൽ നിന്ന് കിട്ടുന്ന ആസ്വദിച്ചുള്ള ബിരിയാണിയാണെന്ന് പറഞ്ഞിട്ടല്ലേ കഴിക്കുന്നത്. അവർക്കും ഭയങ്കര സന്തോഷമാവും, അപ്പം നമുക്കും ഒരു സന്തോഷം. അപ്പം എൻ്റെ ബിരിയാണിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഞാൻ അളന്നാണ് ഒഴിക്കുന്നത്. അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞെടുത്തു. ഇത് ഞാൻ 3 സവോള എടുത്തിരിക്കുന്നത് നമ്മുടെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 3 സവോള ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും 2 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചായിരുന്നു കേട്ടോ. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്കാണ് കേട്ടോ അരി ഇടണത്. നന്നായിട്ട് അതൊന്ന് തിളച്ച് വരണേ. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അന്നേരത്തേനും നല്ല റെഡി ആയിട്ട് കിട്ടുമേ. അപ്പോൾ ഞാനിത് കുക്കറിൻ്റെ അടപ്പല്ല, സാധാരണ ഒരു അടപ്പാണ്. കുക്കർ ബിരിയാണി അല്ല കേട്ടോ, സാധാരണ ഒരു അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മൂടി വെക്കുന്നത്. കൊണ്ട് നന്നായിട്ട് അരി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞ് നമുക്ക് തീ കുറച്ച് ഇടുവാണ്. ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മുളക് പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മുടെ മുട്ടക്കറി വെക്കുന്നതാണ്. അത് ഞാൻ കുക്കറിൻ്റെ അകത്തിട്ടിട്ട് സവോള അരിഞ്ഞിട്ടിട്ട് ഒരു വിസിലടുപ്പിക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് റെഡി ആയപ്പോഴത്തേനും അതങ്ങ് അടുപ്പത്തേക്ക് വെച്ചപ്പോഴത്തേനും നമ്മുടെ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ടേസ്റ്റി ബിരിയാണി. പിള്ളേരെ പറ്റിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ്. അവർ കഴിക്കുകയും ചെയ്തോളും, നമ്മുടെ പണി എളുപ്പമാവും. എല്ലാം കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ അടുക്കള ഇങ്ങനെയാണ് കേട്ടോ. പക്ഷേ അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയായിട്ട് കിട്ടി. അപ്പം ഈസി അല്ലേ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതല്ലേ. അപ്പോൾ എൻ്റെ ബിരിയാണിയും എൻ്റെ മോർണിംഗ് റൊട്ടീനും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. എൻ്റെ ഇനിയുള്ള വീഡിയോസും ഒക്കെ ഒന്ന് കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.